ഹലോ ഗൈസ്, അപ്പൊ നമ്മള് കുറെ നാളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം പക്ഷെ അതിന് വേണ്ടിയുള്ള സാമഗ്രികൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം സാമ്പിൾ സൺസ്ക്രീൻസും അതുപോലെ ഉണ്ടായിരുന്നതെല്ലാം തീരാറായും ഏറെക്കുറെ തീർന്നിട്ട് എടുത്ത് കളഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളായിരുന്നു. എന്താണെങ്കിലും നമ്മൾ കുറെ അധികം സൺസ്ക്രീൻസ് ഓർഡർ ചെയ്തതും എല്ലാം സംഭവം വന്ന് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ചു. അപ്പം എന്നിട്ട് എനിക്ക് തോന്നി നിങ്ങളെ കാണിക്കണം തോന്നി. ഏറെക്കുറെ നമ്മൾ ചൂസ് ചെയ്തതെല്ലാം നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ അതിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് റെനയുടെ SPF 70 വരുന്ന പോർ മിനിമൈസിങ് സൺസ്ക്രീൻ ആണ്. ഇതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് മുഖത്ത് ഓപ്പൺ പോഴ്സ്, കുഞ്ഞു കുഴികൾ, ഫൈൻ ലൈൻ റിങ്കിൾസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത്തിരി ഏജ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ SPF 70 വരുന്നുണ്ട്. അതുപോലെ മൾട്ടിവിറ്റമിൻസ് 3% മൾട്ടിവിറ്റമിൻസ് ഉണ്ട്, 2% പെപ്റ്റൈഡും നയാസിനമൈഡും ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ഓക്കെ, അപ്പം നയാസിനമൈഡ് നമുക്കറിയാം ബ്ലെമിഷസും ഓപ്പൺ പോഴ്സും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആദ്യം തന്നെ പറയാം, ഈ വീഡിയോയിലുള്ളത് ഒന്നും സ്പോൺസേർഡ് ആയിട്ട് ഞാൻ പറയുന്നതല്ല. ഓക്കെ, സ്പോൺസേർഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ലേബിൾ ഇടുന്നതായിരിക്കും. എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇതൊന്നും സ്പോൺസേർഡ് അല്ല കേട്ടോ. ഈ ഒരു സാധനം ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. വൈറ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. അതാണ് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ കാര്യം. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ഇതിന്റെ ഒരു സാധനം എന്ന് പറയുന്നത് കണ്ടോ, ഒരു ജെല്ല് മാതിരിയുള്ള പരവുമാണ്. ഞാൻ എല്ലാം ഒന്നും മുഖത്തിട്ട് കാണിക്കാൻ പറ്റാതെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മുഖത്തിട്ട് കാണിക്കാം. ഇതിന്റെ ഒരു സംഭവം കണ്ടോ, ഇത്രയേ ഉള്ളൂ. ബ്ലെൻഡ് ആവും ചെയ്യുന്നുണ്ട്. ഓയിലിയും ഉള്ള എല്ലാ സ്കിന്നിനും ഇത് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം ഭയങ്കര നന്നായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഈ OG സയൻസിന്റെ SPF 50 വരുന്ന സൺസ്ക്രീൻ ആണ്. ഇത് ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. 3D ഒരു എന്താ പറയുക ഗ്ലോയി ബേസ് ഒക്കെ വേണ്ടവർക്ക് എനിക്ക് അത്യാവശ്യം ഇത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിൽ ഒരു ഗ്ലോയി സ്കിന്നൊക്കെ കിട്ടുന്ന പോലെ തോന്നി. ഒരുപാട് അങ്ങ് ഓയിലി ഉള്ള സ്കിന്നുകാർക്ക് എനിക്കിത് അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് ആക്ച്വലി. പക്ഷെ ഭയങ്കര ഓയിലി ഉള്ളവർക്ക് ഈ ഒരു ഹൈലറോണിക് ആസിഡ് വരുന്നത് ഇത്തിരി കൂടി ഓയിലി ആക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാലും ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഈ പ്രോഡക്റ്റ് കാണിച്ചായിരുന്നു, നിങ്ങളെ കാണാൻ പറ്റൂ. ഇതാണ് സാധനം. എന്താണെങ്കിലും ഞാൻ ഇത്രയൊരു എമൗണ്ട് എടുക്കുന്നുണ്ട്. കണ്ടോ, ബ്ലെൻഡായി തീർന്നു. ഇത്രയുള്ളൊരു സംഭവം. കാരണം അത്രയും അടിപൊളിയായിട്ട് തോന്നി. നല്ലൊരു ഇതുമാണ്. അതുപോലെ എനിക്ക് പാക്കേജിങ് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു പൊട്ടുന്ന സാധനമാണ്. അപ്പൊ തറയിൽ വീണാൽ ഇത് പൊട്ടും, എല്ലാവർക്കും പറ്റും. എന്നാൽ ഭയങ്കര ഓയിലി ആയിട്ടുള്ളവർക്ക് മാത്രം ഇത് ചൂസ് ചെയ്യേണ്ടെന്ന് പറയും. സോറി, ഇതിന്റെ റേറ്റ് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെനയുടെ SPF 70 വരുന്ന ഈ ഒരു സൺസ്ക്രീനിന്റെ റേറ്റ് വരുന്നത് 325 രൂപയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഈ OG സൺസ്ക്രീനിന്റെ റേറ്റ് വരുന്നത് 299 രൂപയാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാം ആമസോണിൽ അവൈലബിൾ ആട്ടോ. അപ്പൊ നിങ്ങൾ പ്രോഡക്റ്റിന് ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്കുള്ളത് ഞാൻ ആക്ച്വലി ഏറ്റവും കുറെ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു സൺസ്ക്രീൻ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C സൺസ്ക്രീൻ ആണ്. ആക്ച്വലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഒരു ഗ്ലോയി സ്കിൻ കിട്ടാൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. കാരണം കാണിച്ചത് കണ്ടോ, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് തീർന്നു. നിങ്ങൾക്ക് ആ ഗ്ലോ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് സ്വെറ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വെറ്റ് ഇഷ്യൂ ഉള്ളവർക്ക് ഈ സാധനം അത്ര ഞാൻ പറയില്ല. എന്നാലും എനിക്ക് നമ്മൾ മിക്ക എല്ലാ സൺസ്ക്രീനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആക്ച്വലി സ്വെറ്റ് ചെയ്യുന്നത്. കാരണം അപ്പം സ്വെറ്റ് ചെയ്യുന്ന ആക്ച്വലി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താലൊക്കെ മതി. നിങ്ങളെ സൺസ്ക്രീനിന്റെ ഒരുപാട് സ്വെറ്റ് ഇഷ്യൂ വരുന്നത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ മാറുന്നേ ഉള്ളൂ. നല്ല സൺസ്ക്രീൻ, നല്ല പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു സാധനം നല്ലതാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കാണിക്കുന്ന 445 എന്നാണ്. പക്ഷേ ഞാൻ ആമസോണിൽ നോക്കിയപ്പം ഞാൻ റേറ്റ് മേടിച്ചത് 308 ഉള്ള റേഞ്ചിലാണ് ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആമസോണിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഞാനിവിടെ ഒരു പിമ്പിൾ ബാച്ച് ഒട്ടിച്ചിട്ടുണ്ട്.
നമുക്ക് നോക്കാം ഈ പിമ്പിൾ പാച്ച് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. കാരണം ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ആ ഒരു ബസ് ഫുൾ ഇളകി വരുന്നു. എനിക്ക് മാത്രമാണ് ഇങ്ങനെ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈങ്. അപ്പം നമ്മൾ ഈ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ സി സൺസ്ക്രീൻ മനസ്സിലായില്ല. കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണ് ഈ ഒരു സൺസ്ക്രീൻ ഇത്തിരി കൂടി അടിപൊളിയാണെന്ന് ഞാൻ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ബെയർ ബോഡിയുടെ SPF 100 വരുന്ന സൺസ്ക്രീൻ. SPF 100 PA3+ ആവുള്ളൂ. ഹൈലറോണിക് ആസിഡ് ഉണ്ട്, UVA UVB പ്രൊട്ടക്ഷൻ, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ SPF 100 ആയതുകൊണ്ടാണോ, നമ്മൾ ഈ SPF തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഈ SPF 50, 30 ഇതിനകത്തെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. എന്നാലും SPF 100 കണ്ടപ്പോൾ നമ്മളൊരു മേടിച്ചതാണ്. എന്നാലും ഇതിന് ഒരു ചെറിയ ഇഷ്യൂ, വലിയ ഇഷ്യൂ ഒന്നുമില്ല. വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഇല്ല, പക്ഷെ ഇത്തിരി ബ്ലെൻഡ് ചെയ്യണം. ഒരു തിക്ക് ക്രീമി കൺസിസ്റ്റൻസി ആണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ക്രീമി കൺസിസ്റ്റൻസി പെട്ടെന്ന് സ്വെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത്തിരി അധികം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അറിയാലോ, നമ്മൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ എന്തോരം ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നുള്ളത്. ആ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇത്തിരി അധികം ഒന്ന് ടൈം എടുക്കാറുണ്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതേ ഉള്ളൂ ഈ ഒരു ബെയർ ബോഡിയുടെ സൺസ്ക്രീൻ. ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് ഈ ബെയർ ബോഡിയുടെ സൺസ്ക്രീൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കേൾക്കാം. ഇത് ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും യൂസ് ചെയ്തുകൊണ്ടിരുന്നതുമായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. സൺഹോൾഡ് ഗോൾഡിന്റെ ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ആണ്. ഇത് SPF 50 PA4+ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് എന്താ പറയാ, ഇതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ആക്ച്വലി നല്ല ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ആവും, സ്വെറ്റ് ആവുന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് പേർക്കൊക്കെ സ്വെറ്റ് ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതും കൂടെ കണക്കിലെടുക്കണമല്ലോ. എന്നാലും എനിക്കിത് സ്വെറ്റ് ആവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇത് ലാസ്റ്റ് ചെയ്യും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാധനം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. റേറ്റ് വരുന്നത് 450 രൂപയാണ്. ആമസോണിലൊക്കെ റേറ്റ് കുറവാട്ടോ. അപ്പം ഈ സാധനം നല്ല രീതിയിൽ നമ്മൾ ഉള്ള സൺസ്ക്രീൻ വേസ്റ്റ് ആക്കുന്നില്ല, അവിടെ കിടക്കിട്ട് അയച്ചു കൊടുക്കാം. എന്തായാലും ഇതിന്റെ റേറ്റ് വരുന്നത് 409 രൂപയാണ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ഈ ഒരു സാധനം അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഞാൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന സൺസ്ക്രീൻസ് ഒക്കെ നോക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് ഇത് രണ്ടും നമുക്ക് വന്നിട്ടുള്ള ഒരു PR ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഡീകൺസ്ട്രക്റ്റ് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് അൺസ്പോൺസേർഡ് ആണ് കേട്ടോ, സ്പോൺസേർഡ് റിവ്യൂ ഒന്നും അല്ല. അല്ലാതെ എനിക്ക് കിട്ടിയപ്പോൾ ഇന്നാണ് ഈ സാധനം കിട്ടുന്നത്. ഞാൻ ഇന്നത്തെ ദിവസം മാത്രമേ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ കൂടുതൽ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല. എന്നാലും എനിക്ക് യൂസ് ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പ്രശ്നം തോന്നിയത് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിനകത്ത് ഈ ആദ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ്. ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ഇതാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് SPF 50 ആണ്, PA4+ ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ക്വിക്ക് അബ്സോർബിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പരിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, എന്റെ ഫോണിനെ സോറി ഗൈസ്, നമ്മൾ ഫോണിനെ തറിയിട്ടു. ഓക്കെ, പ്രോഡക്റ്റ് മുകളിൽ തൊട്ട. ഓക്കെ, ഞാൻ ഇത്രയൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഇത്തിരി വെള്ളം പോലെയാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് അബ്സോർബിങ് ആയ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് വരുന്ന തോന്നി. വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നില്ല, പക്ഷെ ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കിയതുപോലെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഇതെനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം. ഇപ്പൊ കുറെ നാളെടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് കുറെ നാൾ കഴിഞ്ഞ് പറയാം. പക്ഷെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. നോർമൽ ആൻഡ് ഡ്രൈ സ്കിൻ ആണ് പറയുന്നത്. എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആണ്. സ്റ്റിൽ എനിക്ക് അങ്ങനെ ഓയിലി ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ദിസ് ഇസ് ഗുഡ്. ഇനി ഡീകൺസ്ട്രക്റ്റിന്റെ തന്നെ നെക്സ്റ്റ് സൺസ്ക്രീൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ജെൽ ഫോർമുലേഷനുള്ള സൺസ്ക്രീൻ ആണ്. ലൈറ്റ് വെയിറ്റ് ജെൽ സൺസ്ക്രീൻ ആണ്. SPF 55+, PA3+, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. പ്രിവെന്റ് ടാനിങ് ആൻഡ് സൺ റിലേറ്റഡ് ഏജിങ്, നോൺ ഓയിലി അബ്സോർപ്ഷൻ വിത്ത് നോ വൈറ്റ് കാസ്റ്റ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇനി നമ്മൾ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ജെല്ല് മാതിരിയാണെന്നുണ്ടെങ്കിലും ഒരു പൊടിക്ക് തിക്കാണോ എന്നൊരു സംശയം. ഒരു അങ്ങനെ ക്രീം നല്ലതാലും ഒരു പൊടിക്ക് തിക്കാണോ, എന്നാലും ബ്ലെൻഡ് ആകുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരിത്തിരി ഒരു തിക്ക് ലെയർ പോലെ എനിക്ക് തോന്നി. മറ്റേന്ന് അത്രയൊന്നും വെള്ളം പോലെയല്ല, ഇത്തിരി തിക്കാണ്, ഒരു ക്രീമി ഇതാണ്. ഇത്തിരി മറ്റേതിനേക്കാളും ഇത്തിരി കൂടി മറ്റേതൊരു ഗ്ലോയി. പുറത്ത് മഴ പെയ്യുന്നു, ദൈവം ഈ ലൈറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു എന്താ പറയാ,
ഡെയിലി വേറെ പറ്റിയ സൺസ്ക്രീൻ ആണ്. മറ്റേ ഇത്തിരി ഒരു ഗ്ലോയി ബേസ് തരുന്ന, എനിക്ക് ഗ്ലോയി ബേസ് തരുന്ന സൺസ്ക്രീൻ ആണ് ഇത്തിരി കൂടി ഇഷ്ടം. എന്നാലും ഇതൊരു മാറ്റ് ഫിനിഷ് തരുന്ന സൺസ്ക്രീൻ ആണ്. ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനൊരു സൺസ്ക്രീൻ സ്പ്രേ കാണിച്ചു തരാം. ഇത് റെനയുടെ SPF 50 വരുന്ന ഗ്ലോ സ്ക്രീൻ സ്പ്രേ ആണ്. ഹൈലറോണിക് ആസിഡ് ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. PA4+ ഉണ്ട്, UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് റീഅപ്ലൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, കാരണം ഒന്നും അറിയുന്നില്ല. റീഅപ്ലൈ ചെയ്യാൻ ഈ ഒരു ഫിനാപ്പിളി ഭയങ്കര ഇതായിരിക്കും. നിങ്ങൾക്ക് മഴ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ഇനിയുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ 2 സൺസ്ക്രീൻസും കൂടെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇബ കോസ്മെറ്റിക്സിന്റെ ഇൻവെസിബിൾ സൺസ്ക്രീൻ സിറമാണ്. ഹൈലറോണിക് ആസിഡ്, വിറ്റമിൻ സി ഉണ്ട്, SPF 50 PA4+, പ്രൊട്ടക്ട്സ്, ബ്രൈറ്റൻസ് ആൻഡ് മോയ്സ്ചറൈസ്. ഇതൊരു സിറമാണ് എന്നാൽ സൺസ്ക്രീൻ ആണ്. അതെ, സിറമാണ് ബട്ട് ഒരു സൺസ്ക്രീൻ ആണ്. കാണിച്ചുതരാം. എല്ലാം കൂടെ ഞാൻ മുഖത്തിട്ടേക്കുക. കണ്ടോ, ഒരു ഗ്ലോയി ഫിനിഷ് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അവസാനം ഞാൻ കുറച്ച് സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡൗട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അതിന് മുന്നേ ആദ്യം ഞാൻ ഈ സൺസ്ക്രീൻസ് ഒന്ന് കാണിച്ചു തീർക്കട്ടെ. ഇനി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഇത് ഇബ കോസ്മെറ്റിക്സിന്റെ SPF 60 വരുന്ന ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. PA4+, ബ്രൈറ്റ് ഗ്ലോ ടിൻറ്റഡ് സൺസ്ക്രീൻ, വിറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, 2-in-1 മേക്കപ്പ് പ്ലസ് സ്കിൻ കെയർ, ഇൻവിസിബിൾ നാച്ചുറൽ ഫിനിഷ്, സ്യൂട്ട്സ് ഓൾ സ്കിൻ ടൈപ്പ്. ഇത് വേറെ ഷെയ്ഡ് റേഞ്ച് ഒന്നും ഞാൻ കണ്ടില്ല, ഈ ഒറ്റ ഷെയ്ഡേ വരുന്നുള്ളൂ. അപ്പം ഇത് അവർ പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് നമ്മുടെ ഷെയ്ഡ് പോലെ ആവും എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, ബട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ഷെയ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണിക്കാൻ പോകുന്നതിൻ്റെ ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പറയും. ബാക്കിയുള്ള ഷെയ്ഡ്സ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതെ, ഇതിൻ്റെ ഒരു ഷെയ്ഡ് നിങ്ങൾ കണ്ടോ, ഒരു ബേജ് കളറാണ്. ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. ഇതൊരു റീഅപ്ലൈ ചെയ്യാൻ പറ്റിയ സാധനമായിട്ട് ഞാൻ റീഅപ്ലൈ ചെയ്യാനും, കാരണം നമ്മൾ ടിന്റ് ഒരുപാട് ഇടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു നോർമൽ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന് മണ്ടയിൽ മാത്രം ഇതിടാനേ ഞാൻ പറയുള്ളൂ, കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുള്ളൂ. എന്നാലും ഇതൊരു ഈവൻ സ്കിൻ തരുന്ന പോലെ എനിക്ക് തോന്നി, കാരണം അവിടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഡിസ്കളറേഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഒരു ചെറിയ ടിന്റ്, കാരണം എനിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കണമെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഈ സാധനം ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു ഗ്ലോ. ദിസ് ഈസ് റിയലി ഗുഡ്. നമ്മൾ ഇനി എന്തെങ്കിലും മിക്സ് ചെയ്തോ. പോൺസിന്റെ സിറം സൺസ്ക്രീൻ, അത് ഞാൻ കാണുന്നില്ല ഗൈസ്, ഇതാണ് സാധനം. അപ്പൊ ഈ ഒരു ഐറ്റം ഞാൻ ഇടുമ്പോഴേക്കും ചെറിയൊരു മേക്കപ്പ് ഇട്ട പോലത്തെ ഒരു ഗ്ലൂവും ഷൈനൊക്കെ തരും. അത് നമുക്കൊരു പറ്റിയൊരു സിറം സൺസ്ക്രീൻ ആണ്. അതും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഇത്തിരി അധികം ഓയിലി സ്കിൻ ഉള്ളവർക്ക് അത്ര ഞാൻ പറയില്ല. ഇനി മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ആക്നെ പ്രോൺ സ്കിന്നിന് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഒരുപാട് സൺസ്ക്രീൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് നോർമൽ സൺസ്ക്രീൻസ് ഒക്കെ ഉപയോഗിക്കാം, പറ്റില്ല എന്നല്ല, ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നുള്ളവരാണെങ്കിലും ഏത് ടൈപ്പ് സ്കിന്നുള്ളവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുരു വരാറുണ്ട് കുറേ പേർക്ക്. അപ്പം അതെന്തുകൊണ്ടെന്നാൽ സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നൈറ്റ് ടൈമിൽ ഇത് ക്ലെൻസ് ചെയ്ത് കളയണം. കാരണം സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് നമ്മൾ എന്തോരം ഇടുന്ന സ്കിന്നിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമ്മുടെ പോഴ്സിനെ ഇത് ക്ലോക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ കുരു വരും. അപ്പോൾ ഈ കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് ക്ലെൻസ് ചെയ്ത് കളയണം. അപ്പോൾ ക്ലെൻസ് ചെയ്ത് കളയുമ്പോൾ നിങ്ങളിലേക്ക് ഫേസ് വാഷ് യൂസ് ചെയ്താൽ പറ്റും. പക്ഷേ ഫേസ് വാഷും സാധാരണ എല്ലാ ക്ലെൻസറും കൊണ്ട് ഇത് പോവില്ല. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടി നമുക്കൊരു ക്ലെൻസിങ് ഓയിലും ഒരു ക്ലെൻസർ സാധാ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറും കൂടെ വേണം. അപ്പോൾ ഈ ക്ലെൻസിങ് ഓയിൽ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ അഫോർഡബിൾ ആണ്. അതുപോലെ കോഷ്യ കെമിസ്റ്റിന്റെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റൈസ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിങ് ഓയിൽ ആണ്. അത് ഭയങ്കര നല്ലതാണ്, ബട്ട് കുറച്ചും എക്സ്പെൻസീവ് ആണ്. അതുപോലെ DHയുടെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, അത് ഭയങ്കര കിടലുമാണ്, അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഈ രണ്ട് ഇതുപോലെ ഒരുപാട് അഫോർഡബിൾ ഓപ്ഷൻസും ഉണ്ട്. സുഗന്ധയുടെയും നിങ്ങൾ ഓർത്ത് വെച്ച സുഗന്ധയുടെ സൺസ്ക്രീനും ക്ലെൻസിങ് ഓയിലും അതുപോലെ
കോഷു കെമിസ്റ്റിന്റെ ക്ലെൻസിങ് ഓയിലും ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ മിസ് ക്ലിയറിന്റെ 5 സ്റ്റേറ്റ് ക്ലെൻസിങ് ഓയിലും ഭയങ്കര നല്ലതാണ്. ഈ ക്ലെൻസിങ് ഓയിൽ കുറച്ചെടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ കുറച്ചെടുത്തിട്ട് നല്ല രീതിയിൽ മൂക്കിലും മുഖത്തൊക്കെ ഈ ഒരു ഏരിയക്ക് നല്ല രീതിയിൽ റബ്ബ് ചെയ്തൊരു 10 to 15 മിനിറ്റ്സോളം റബ്ബ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഓയിലി സ്കിന്നിന് ഓയിൽ ക്ലെൻസർ വേണ്ടല്ലോ, പക്ഷെ ഓയിലി സ്കിന്നാണ് ഏറ്റവും മുകളിൽ ക്ലെൻസിങ് ഓയിൽ വേണ്ടത്. കാരണം ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് ഒരു എണ്ണയല്ല, അതെന്ന് പറയുന്ന ഒരു എണ്ണ പോലെ ഇരിക്കും കാണാൻ. എണ്ണ നമ്മളിത് ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതൊക്കെ റിമൂവ് ആവും. ഉള്ളിലുള്ള സീബം, ഓയിൽ, എക്സസ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ഡെഡ് സ്കിൻ, മേക്കപ്പ്, സൺസ്ക്രീൻ ഇതെല്ലാം ഇളകി വരും. ഇളകി വന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം നമ്മളൊന്ന് ഒന്നുകൂടെ ഒന്ന് റബ്ബ് ചെയ്യുമ്പോഴേക്കും ഇത് മെൽറ്റ് ആയിട്ട് ഒരു സോപ്പ് വെള്ളം പോലെ ആവും. മെൽറ്റ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് കയ്യിൽ ഇത്തിരി ക്ലെൻസർ എടുക്കുക. കയ്യിൽ ഇത്തിരിയുടെ വെള്ളം നിറക്കി നല്ല രീതിയിൽ ക്ലെൻസർ ഉപയോഗിക്കാൻ ഇപ്പോഴും പലർക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കയ്യിൽ ഇത് ക്ലെൻസർ എടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ പതപ്പിക്കുക. അപ്പൊ നല്ല ക്രീം, ആദ്യം ഒരു പതയും പിന്നെ അത് ക്രീം പോലെ ആവും. അപ്പോഴാണ് ശരിക്കും ക്ലെൻസർ ആക്ടിവേറ്റ് ആവുന്നത്. എന്നിട്ട് നമ്മളൊരു ലെസ് ദാൻ 1 മിനിറ്റിനകത്ത് നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് കഴുകുക. 1 മിനിറ്റ് കൂടുതലൊന്നും ഫേസ് വാഷ് ഇട്ട് കഴുകണം. എന്നിട്ട് തന്നെ എയർ ഡ്രൈ ചെയ്യട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തുകളോ അല്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂകളോ അങ്ങനെ എന്തെങ്കിലും 1 ടൈം യൂസ് ടിഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ടിഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കഴുകിക്കളയാം. എന്നിട്ട് നോർമൽ സ്കിൻ കെയർ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഈ കുരു വരുന്ന കാര്യം ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം 2-3 കൊടുക്കാനൊക്കെ ഒരു ലാസ്റ്റ് 2 വീക്സ് ആയി എൻ്റെ ക്ലെൻസിങ് ഓയിൽ തീർന്നിട്ട്. അപ്പം നമ്മൾ പുതിയ ക്ലെൻസിങ് ഓയിൽ ഓർഡർ ചെയ്തിട്ട് സംഭവം ഇതുവരെ വന്നിട്ടില്ല. അപ്പം ആ ക്ലെൻസിങ് ഓയിൽ തീർന്നപ്പോൾ എൻ്റെ സിവിയർ ആയിട്ടുള്ള സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻ അത് പിടിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ 2 ആക്നെ മതി. ഇപ്പം അത് ഫ്ലാറ്റ് ആയി, ബട്ട് ലീവ്സ് എ ഡാർക്ക് സ്പോട്ട്. ഈ ഡാർക്ക് സ്പോട്ട്സ് പോകാൻ വേണ്ടിയിട്ടും ഞാൻ ഇനി ഒരുപാട് നാൾ കഷ്ടപ്പെടണം. കാരണം നമ്മൾ ഒരു ഡാർക്ക് സ്പോട്ട്, ഒരു കുരു പൊട്ടി ഒരു ഡാർക്ക് സ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് മിനിമം 3, 4, 5, 6 months, ചിലർക്ക് ഒരു വർഷം വരെയും എടുക്കാം. എന്നിട്ട് പതിയെ ഇത് ഫേഡായി വരത്തേ ഉള്ളൂ. ഇനി നിങ്ങൾ ഡാർക്ക് സ്പോട്ടൊക്കെ പോകാൻ വേണ്ടി പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാലും സൺസ്ക്രീൻ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാലും എന്ത് ഇത് ഉപയോഗിച്ചാലും മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല മാത്രമല്ല ഈ പാടുകളൊന്നും ജന്മത്ത് പോത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ പാടിന്റെ ഒരു സിവിയർനെസ് നല്ല രീതിയിൽ വലുതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പോൾ നല്ല ഡാർക്കായിരുന്നു, അത് താരതമ്യേന നല്ല രീതിയിൽ ഫെയ്ഡായി. നിങ്ങൾക്ക് പഴയ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് പോലെ. ആ ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ ഫെയ്ഡായി. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടില്ല, സ്കിൻ ടിൻ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ മാത്രമാണ്. അതുകൊണ്ടാണ് കടച്ച സൺസ്ക്രീൻ എല്ലാം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സൺസ്ക്രീൻ ഇസ് എ ഗെയിം ചേഞ്ചർ. നിങ്ങൾക്ക് എല്ലാ സ്കിൻ ഇഷ്യൂസും മാറ്റാനുള്ള സൺസ്ക്രീനകത്തുണ്ട്. അതുകൊണ്ട് ഗോ യുവർ സെൽഫ്, പോയി സൺസ്ക്രീൻ മേടിച്ചോ. ഉള്ള പൈസ എല്ലാം നമ്മൾ ചിലവാക്കുന്ന കുഞ്ഞു പൈസ ചുരുക്കൂട്ടി വെച്ച് ഇഷ്ടംപോലെ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു സൺസ്ക്രീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫിക്സ് ഡെർമേൻ്റെ ഷാഡോ SPF കിഡ്സ് സൺസ്ക്രീൻ ആണ്. അവർക്ക് 15 വയസ്സുള്ളത്. അപ്പോൾ 15 വയസ്സിനകത്തുള്ളവർക്ക് ആ ഒരു സൺസ്ക്രീൻ അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. അപ്പം ഞാൻ അതാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളും അങ്ങനെ കിഡ്സ് 15 വയസ്സിന് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിക്സ് ഡെർമേൻ്റെ ഷാഡോ SPF കിഡ്സ് സൺസ്ക്രീൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് നോക്കിയിട്ട് അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ എനിക്ക് പറയാനുള്ള 15 വയസ്സിന് താഴെയുള്ള പിള്ളേരൊന്നും സിറംസ് ഒന്നും യൂസ് ചെയ്തിരിക്കാൻ നോക്കുക. ഈ ഒരു സൺസ്ക്രീൻസ് ഓക്കെയാണ്, ബട്ട് സിറംസ് ഒന്നും അധികം യൂസ് ചെയ്തിരിക്കാൻ നോക്കുക. പക്ഷേ ഇതും അങ്ങനെ യൂസ് ചെയ്യണ്ട. 15 വയസ്സിന് താഴെയുള്ളവർ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ സൺസ്ക്രീൻ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരുപാട് കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്, അത് മാത്രം യൂസ് ചെയ്യാവും. ഇങ്ങനത്തെ ഉള്ള വലിയ സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഇതിനകത്തൊക്കെ തന്നെ ഓരോ ആക്റ്റീവ്സ് വരുന്നുണ്ട്. അതിനകത്ത് വിറ്റമിൻ സി, നയൻസിൻവൈഡ് അങ്ങനെ ഒരു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. സൺസ്ക്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറെക്കുറെ എല്ലാം ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മൾ ഈ 2 ഫിംഗർ റൂള് 3 ഫിംഗർ റൂള് അങ്ങനെയൊക്കെയാണല്ലോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ റൂൾ യൂസ് ചെയ്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്നും അത് ഫുള്ളായിട്ട് ഇതാവണം എന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഒക്കെ വരുന്ന രീതിയിലും ഭയങ്കര കൂടുതലായിട്ടൊക്കെ തോന്നും. 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് ചെറിയ കുത്തൂത്ത് പോലെ കുഞ്ഞു ലെയർ ഇട്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ ഇടാം. അങ്ങനെ യൂസ് ചെയ്യാം. രണ്ടാമതെന്ന് പറയുമ്പോൾ ഫേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യാം. എന്നാൽ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. ടാപ്പ് ചെയ്ത് വേണം ബ്ലെൻഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ച് അതിനെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയും.
അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ നോക്കുക. ഇപ്പം ഞാൻ കാണിച്ചതെല്ലാം അത്യാവശ്യം എല്ലാവർക്കും സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോറി ഗൈസ്, ഇതിന്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനിന്റെ റേറ്റ് വരുന്നത് 439 രൂപയാണ്. ആമസോണിൽ 400 രൂപയ്ക്ക് കിട്ടും. ഇതാണെങ്കിൽ സെയിം 400 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിന് 250 രൂപയാണ്. ഈ ഒരു ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ എത്രയാണ്? റേറ്റ് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞല്ലോ. ഇനി ഓക്കെ, ബൈ.